ബ്രസീൽ കൊട്ടാരം വളാഞ്ചേരിയിൽ ഒരു ചെറിയ ഫുട്ബോൾ ഗ്രൂപ്പാണ്. അവരുടെ കുഞ്ഞു മനസ്സിൽ ഇന്ന് വിജയാഘോഷത്തിൻ്റെ ത്രിവർണ്ണക്കൊടി പാറിയിരിക്കുന്നു. എന്തെങ്കിലും ചോദിച്ചാൽ വാക്കുകൾക്ക് പരതുകയാണ് എല്ലാവരും. ആഘോഷത്തിമിർപ്പിൽ അവർ ഒന്നിച്ച് ഒരേ ഒരു മന്ത്രം മാത്രം ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട്: ബ്രസീൽ കൊട്ടാരം. എന്താണ് മോനെ, എന്താ സംഭവിച്ചത്? ബ്രസീൽ കൊട്ടാര അക്കാദമി. ബ്രസീൽ കൊട്ടാര അക്കാദമി. ഞങ്ങള് ഫൈനൽ കളിച്ചത് ഗോൾഡൻ ദ്വീപിനായിട്ടാണ്. ദ്വീപിലുള്ള ടീമാണ്. ആ ദ്വീപില് കപ്പിന്റെ പേര് ബ്രസീൽ കൊട്ടാരം. ആദ്യമായിട്ടാണ് കളിക്കുന്നത്. ഈ ആഴ്ച 2 കപ്പ്. ക്യാപ്റ്റൻ 2 പേരും. ഓവറോൾ കളി എങ്ങനെയുണ്ടായിരുന്നു? കളി നല്ല സൂപ്പറായിരുന്നു. നല്ലപോലെ കളിച്ച എല്ലാരും. ഞങ്ങൾ കോച്ച് ഉണ്ടായോണ്ടാണ് ഞങ്ങൾ ഈ നിലയിലെത്തി. കപ്പൊക്കെ എടുക്കാൻ പറ്റി. എല്ലാരും നല്ലപോലെ കളിച്ചു. ഫൈനലില് പെനാൽറ്റി. കോച്ച് കാരണമാണ് ഞങ്ങൾക്ക് 3 സപ്പോർട്ടൊക്കെ കിട്ടും. കോച്ച് കാരണം കോച്ചിന്റെ പേര് നിങ്ങളെല്ലാരും ഈ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ തന്നെ? ഞങ്ങളെല്ലാരും കിട്ടിയ കപ്പ്. എത്ര മിനിറ്റും പെനാൽറ്റിക്ക് സേവ് ഇടാൻ ഒന്നിട്ടു. ഓലെത്ര 2 3 അടിച്ചു. ഒരു സേവ് ഇട്ടു. അടിച്ചു. അതിലൊന്ന് സേവ് ഇട്ടു. കാരണം പെനാൽറ്റിക്ക് സമനിലായി. എല്ലാവരും നല്ലോണം കളിച്ചു. നല്ലോണം കളിച്ചു. ഒക്കെ അടിപൊളി. കോച്ച് നല്ലൊരു കോച്ചാണ്. കോച്ചിന് നടക്കണം. ഞങ്ങൾ കൊട്ടാരം. കൊട്ടാരം. എല്ലാരും കൊട്ടാരക്കാരാ? എല്ലാരും ഈ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളെ? വലിയ കുട്ടികൾക്ക് ഇല്ലേ ക്ലാസ്? ഇല്ല, 2010 വരെ. 2010 വരെ. 2010 വരെയുള്ള കുട്ടികൾ 10 മേരക്ക്. എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഇപ്പൊ 1 കൊല്ലായി. എത്ര കുട്ടികളുണ്ട്? 32 ഉണ്ട്. എല്ലാം കളിക്കുന്ന കുട്ടികളാ? ഫ്യൂച്ചർ കാണുന്നുണ്ടോ? അതെന്തില്ല, കാണും ഒരാൾക്കാര്. ആരാണ് ഏറ്റവും നന്നായി കളിക്കുന്നത്? എല്ലാരും ഒരേമാര്. അങ്ങനെ എല്ലാരും ഒരേമാര്. ആരൊക്കെ എവിടെയൊക്കെ കളിക്കുന്നത് കൺഫ്യൂഷൻ ഉള്ളു. നല്ല കളിക്കണുണ്ട്. അല്ല, അങ്ങനെ ആരെങ്കിലും സ്പെയർ ചെയ്തോ? എല്ലാരും എല്ലാരും എല്ലാവർക്കും ഞങ്ങൾ കപ്പടിച്ചേ. അപ്പൊ എല്ലാരും ഞങ്ങൾ ആഘോഷിക്കാണ് കപ്പടിച്ചത്. ഞങ്ങള്
മുദ്രാവാക്യം എന്താണ്? തോറ്റ് കൊടുക്കാൻ ഞങ്ങൾ പോയിട്ടില്ല. പോയിട്ടില്ലേ? അങ്ങനെ പോയിക്കാണ്ട് പോകുന്നത്. ഞങ്ങൾക്കില്ല ഒരു കളിയൊക്കെ അല്ല, നിങ്ങളെ മുദ്രാവാക്യം ജയ പരാജയങ്ങളെ അംഗീകരിക്കാനും പിഴവുകളിൽ നിന്നും ഒത്തിരി പഠിക്കാനും വ്യക്തിപരവും കൂട്ടായതുമായ നേട്ടങ്ങളെ ആഘോഷിക്കാനും ഫുട്ബോൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ കുഞ്ഞുമക്കൾ നാളെയുടെ വാഗ്ദാനങ്ങളായി മാറട്ടെ.